മുന്നിൽ പോകുന്ന ഒരു വാഹനവുമായിട്ട് ഞാൻ നിശ്ചിത സ്പേസ് ഇട്ട് പോകുന്നു. എൻ്റെ കാല് ബ്രേക്കിലുണ്ട്. സ്റ്റിയറിംഗ് ഇതേ റൈറ്റ് സൈഡിലേക്ക് പൂർണ്ണമായിട്ട് ഓടിച്ചു കൊടുക്കുകയാണ്. നിങ്ങൾ നോക്കുക, ശ്രദ്ധിക്കുക, ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല. ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കും. ശ്രദ്ധിച്ച് കാണുക. ഞാനിത് ഫസ്റ്റ് ഗിയർ കൊടുത്ത് വാഹനം റോഡിലേക്ക് ഇറങ്ങുകയാണ്. ഇപ്പോൾ പുറകിൽ നിന്ന് വാഹനം വരുന്നുണ്ട്. എനിക്ക് റൈറ്റ് സൈഡിലെ മിററിലൂടെ കാണാം. ഓക്കെ, പുറകിൽ നിന്നൊരു വാഹനം കൂടെ വരുന്നുണ്ട്. വാഹനം പോയി ഞാനിതേ റോഡിലേക്ക് പ്രവേശിക്കുകയാണ്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പ്രധാനമായിട്ടും നമ്മൾ തിരക്കുള്ള ഒരു ടൗണിലൂടെ വാഹനം ഡ്രൈവ് ചെയ്യുന്ന അവസരങ്ങളിൽ നമ്മുടെ ശ്രദ്ധ കൂടുതലായിട്ടുണ്ടായിരിക്കണം. ഈ ഒരു പോയിന്റ് ഓർത്തിരിക്കുക. അതുപോലെ തന്നെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും വാഹനം ക്ലച്ചിലും ബ്രേക്കിലും വന്ന് വണ്ടി നിർത്തേണ്ട ഒരു സിറ്റുവേഷൻ വരും. അതുകൊണ്ട് പെട്ടെന്ന് ക്ലച്ചിലും ബ്രേക്കിലും വരാനായിട്ട് നിങ്ങൾ ശീലിക്കണം. ഓക്കെ, ഇപ്പം നോക്കിക്കേ, എൻ്റെ വാഹനം ഈ തേർഡ് ഗിയറിലാണ് ഇപ്പോൾ വാഹനം പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ മുന്നിലൊരു വാഹനം പോകുന്നുണ്ട്. മുന്നിലൊരു വാഹനം പോകുന്ന സാഹചര്യങ്ങളിൽ മുന്നിൽ പോകുന്ന വാഹനത്തിൻ്റെ വേഗതയ്ക്ക് അനുയോജ്യമായിട്ട് ഞാനിത് ആക്സിലേഷൻ കൊടുക്കുകയാണ്. ഒരു വാഹനം ഓടിക്കുന്ന ഡ്രൈവേഴ്സൊക്കെ സാധാരണ ചെയ്യുന്നതാണ്. ഇപ്പോൾ മുന്നിൽ പോകുന്ന വാഹനത്തിൻ്റെ വേഗതയ്ക്ക് അനുയോജ്യമായിട്ട് നമ്മൾ ആക്സിലേഷൻ കൊടുക്കുന്നു. ഒപ്പം ഞാൻ ചെയ്യുന്ന ഒരു കാര്യം, ഒരു നിശ്ചിത സ്പേസ് മുന്നിൽ പോകുന്ന വാഹനവുമായിട്ട് ഇട്ടിട്ടുണ്ട്. നിങ്ങൾ നോക്കുക, നല്ല രീതിയിലുള്ള ഒരു സ്പേസ് ഇട്ടിട്ടുണ്ട്. ഇങ്ങനെ ഒരു സ്പേസ് ഇട്ടാലുള്ള ഒരു ഗുണം, പെട്ടെന്ന് മുന്നിൽ പോകുന്ന ഒരു വാഹനം ബ്രേക്ക് ചെയ്താലും നമ്മളൊന്ന് സഡൻ ബ്രേക്ക് ചെയ്താൽ മുന്നിൽ പോകുന്ന വാഹനത്തെ ഇടിക്കത്തില്ല. ഇതേ ഈ വാഹനത്തോട് അടുത്ത് വരികയാണ്. എൻ്റെ കാല് ഇതേ മെല്ലെ ക്ലച്ചിലേക്കും കൂടെ വരികയാണ്. കാരണം ഇവിടെ ഒരു ചെറിയൊരു ഹമ്പുണ്ട്. ഇതേ കയറി ഇറങ്ങി ക്ലച്ചിലും കൂടെ വന്ന് വണ്ടി സ്ലോ ചെയ്തു. വീണ്ടും ഞാൻ ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്യുകയാണ്. ഇപ്പോൾ തേർഡ് ഗിയറിൽ പോവുകയാണ്. മുന്നിൽ പോകുന്ന ഒരു വാഹനവുമായിട്ട് ഞാൻ നിശ്ചിത സ്പേസ് ഇട്ട് പോകുന്നു. എൻ്റെ കാല് ബ്രേക്കിലുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു വാഹനം ഒന്ന് സ്ലോ ചെയ്യാൻ ശ്രമിച്ചാലും നമുക്ക് പേടിക്കേണ്ട. നമുക്ക് നല്ല രീതിയിൽ ബ്രേക്ക് ചെയ്താൽ പോലും മുന്നിലുള്ള വാഹനത്തെ ഇടിക്കത്തില്ല. ഇനി നിങ്ങൾ നോക്കുക, ഞാൻ മെയിനായിട്ടുള്ള ഒരു റോഡിലേക്ക് വന്നു. ലെഫ്റ്റ് സൈഡിലേക്ക് ടേൺ എടുക്കണം. ഞാനിത് ലെഫ്റ്റ് സൈഡിലേക്ക് ഇൻഡിക്കേറ്റർ കൊടുക്കുന്നു. റോഡിൻ്റെ ലെഫ്റ്റ് സൈഡ് ആയതുകൊണ്ട് തന്നെ എനിക്ക് ഈസി ആയിട്ട് ടേൺ എടുക്കാൻ കഴിയും. എന്നാൽ ഇത് ഈ ഒരു ഭാഗത്തെ ഒരു ടേണിങ് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇത് ഒരു വൺ വേ ആണ്. ഞാനിത് യു ടേൺ എടുത്ത് വന്നതിന് ശേഷം നമ്മളൊരു വൺ വേയിൽ നിന്ന് ലെഫ്റ്റ് റൈറ്റ് റോഡുകളിലേക്ക് ടേൺ എടുക്കുന്ന അവസരങ്ങളിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു ടെക്നിക്ക് നിങ്ങൾക്ക് പറഞ്ഞാൽ, ഇവിടെ നമുക്ക് യു ടേൺ എടുക്കണം. യു ടേൺ എടുക്കുന്ന അവസരങ്ങളിൽ നിങ്ങൾ നോക്കുക, എനിക്ക് റൈറ്റ് സൈഡിലേക്കാണ് യു ടേൺ എടുക്കേണ്ടത്. ഈ സാഹചര്യങ്ങളിൽ നമ്മളുടെ വാഹനം ഒരു കാരണവശാലും റോഡിൻ്റെ റൈറ്റ് സൈഡിലേക്ക് ചേരാൻ പാടില്ല. ലെഫ്റ്റ് സൈഡ് വന്നിട്ട് വേണം നമ്മൾ ടേൺ എടുക്കാനായിട്ട്. റൈറ്റ് സൈഡ് വന്ന് ടേൺ എടുക്കാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ സംഭവിക്കുന്നത്, നമ്മളുടെ വാഹനത്തിൻ്റെ സൈഡ് വരെ നിങ്ങൾ നോക്കിയേ, എൻ്റെ വണ്ടി ഇതേ ലെഫ്റ്റ് സൈഡിലേക്ക് ഇങ്ങനെ വന്നിട്ട് ഞാനിതേ സ്റ്റിയറിംഗ് ഇതേ റൈറ്റ് സൈഡിലേക്ക് പൂർണ്ണമായിട്ട് ഓടിച്ചു കൊടുക്കുകയാണ്. നിങ്ങൾ നോക്കുക, റൈറ്റ് സൈഡിലേക്ക് ഇങ്ങനെ ഓടിച്ചു കൊടുത്തു. അപ്പോൾ നമുക്ക് ഇവിടെ എടുക്കാനായിട്ടുള്ളൊരു സ്പേസ് കിട്ടും. ഓക്കെ, ഇപ്പോൾ ഇവിടെ നിന്നൊരു വണ്ടി വരുന്നുണ്ട്. ഞാൻ വണ്ടി ചവിട്ടി നിർത്തി വീണ്ടും വണ്ടി എടുക്കുകയാണ്. ദേ എടുത്തു കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ ഈ സൈഡിലുള്ള ഒബ്ജക്റ്റുകളിലൊന്നും വണ്ടി ഇടിച്ചില്ല. അപ്പം ഈ ഒരു കാര്യം നിങ്ങൾ ഓർത്തിരിക്കണം. കാരണം നമ്മളൊരു ടൗണിലൊക്കെ യു ടേൺ എടുക്കുന്ന അവസരങ്ങളിൽ റൈറ്റ് സൈഡിലേക്കാണ് യു ടേൺ എടുക്കുന്നതെങ്കിൽ റൈറ്റ് സൈഡിലേക്കുള്ള ഇൻഡിക്കേഷൻ ഇട്ടതിന് ശേഷം കുറച്ച് ലെഫ്റ്റ് മാറിയിട്ട് ടേൺ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പം മുന്നിൽ പോകുന്ന വണ്ടിയുമായിട്ട് ഒരു നിശ്ചിത സ്പേസ് ഇട്ട് നമ്മുടെ വാഹനം പോകുന്നു. വീണ്ടും ഞാൻ തേർഡ് ഗിയർ കൊടുക്കുകയാണ്. ഇവിടുന്ന് നമുക്ക് റൈറ്റ് ടേൺ എടുക്കണം. വൺ വേ ആണ്. ഞാനിത് റൈറ്റ് ടേൺ എടുക്കുന്നു. ചെറിയൊരു തിരക്കിലേക്ക് വരികയാണ്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, എനിക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് വേണേലും പോകാം, റൈറ്റ് സൈഡിലേക്കും വേണേലും പോകാം. ഞാനിത് ഫസ്റ്റ് ഗിയർ കൊടുത്തിട്ട് ഇത് ക്ലച്ചിലും ബ്രേക്കിലും എൻ്റെ കാലുണ്ട്. കാരണം ഇത് ഇറക്കത്തോടു കൂടിയ ഒരു ട്രാഫിക്കാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ കാല് ക്ലച്ചിലും ബ്രേക്കിലും ഉണ്ട്. കാരണം പെട്ടെന്നൊരു വണ്ടി നിർത്തേണ്ടി വന്നു കഴിഞ്ഞാൽ, എനിക്ക് വാഹനം നിർത്തണമെന്നുണ്ടെങ്കിൽ ക്ലച്ച് താങ്ങിയാൽ ഏറ്റവും മികച്ചതായിരിക്കും. ഇനി എനിക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് ടേൺ എടുക്കണം. ലെഫ്റ്റ് സൈഡിലേക്കുള്ള ഇൻഡിക്കേഷൻ ഞാൻ നൽകുന്നു. അതിനുശേഷം മെല്ലെ എൻ്റെ വണ്ടി ലെഫ്റ്റ് സൈഡിലേക്ക് വരികയാണ്. ഈ ഒരു സമയത്ത് ഞാൻ ലെഫ്റ്റ് സൈഡിലെ മിറർ നോക്കിക്കൊണ്ട് ഇതേ വാഹനം മെല്ലെ ലെഫ്റ്റ് സൈഡിലേക്ക് വരുന്നു. അപ്പോൾ കൃത്യമായിട്ട് ടേൺ എടുക്കുന്ന അവസരങ്ങളിൽ നേരത്തെ ഇൻഡിക്കേഷൻ നൽകിയിട്ട് ടേൺ എടുക്കുക. ഇനി അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു ടെക്നിക്ക് ഞാൻ പറഞ്ഞുതരാം. നമുക്കൊരു വൺ വേ ഒക്കെ തിരിഞ്ഞു വരുന്ന സാഹചര്യങ്ങളിൽ ഇത്തരത്തിലുള്ള ഒരു ലെഫ്റ്റ് സൈഡിലേക്കുള്ള ഒരു റോഡിലേക്കാണ് ടേൺ എടുക്കേണ്ടതെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത്, നേരത്തെ ഇൻഡിക്കേഷൻ നൽകി നമുക്ക് മാക്സിമം നേരത്തെ തന്നെ ലെഫ്റ്റ് സൈഡിലേക്ക് ചേരാനായിട്ട് കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരത്തെ തന്നെ ചേർന്ന് നിൽക്കുക. ചേർന്ന് നിന്ന് കഴിഞ്ഞാലുള്ള ഗുണം, നമ്മൾ ഇത്തരത്തിൽ ചേർന്ന് വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് ഇൻഡിക്കേഷൻ നൽകി ടേൺ എടുക്കുക. ഇപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലേക്ക് ഇൻഡിക്കേഷൻ നൽകി ഇത് ഇവിടെ നിന്ന് ടേൺ എടുക്കുകയാണ്. നമ്മൾ റോഡിൻ്റെ ലെഫ്റ്റ് സൈഡ് ചേർന്ന് വന്നുകൊണ്ട് എളുപ്പമായി. എന്നാൽ നമ്മൾ റൈറ്റ് സൈഡിലാണ് വരുന്നത്, ഈ ഒരു സൈഡിൽ വാഹനം ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ട് വരും. അപ്പോൾ ആ ഒരു പോയിന്റ് ഓർത്തിരിക്കുക. ടേൺ എടുക്കുന്ന അവസരങ്ങളിൽ മാക്സിമം ആ ഒരു റോഡിനോട് ചേർന്ന് വരാനായിട്ട്, നമ്മൾ തിരിയുന്ന റോഡിനോട് ചേർന്ന് വരാനായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പോൾ സെക്കൻഡ് കൊടുത്തു, വീണ്ടും വണ്ടിക്ക് മൂവ് ആക്കുന്നു, തേർഡ് കൊടുക്കുന്നു. ഒരു വൺ വേ ആണ്.
ഇത്തരത്തിലുള്ള വൺ വേയിൽ ഓടിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ചിലപ്പോൾ ഈ ലെഫ്റ്റ് സൈഡിൽ ഇത്തരത്തിൽ പാർക്ക് ചെയ്ത വണ്ടികൾ അല്ലെങ്കിൽ ആളുകൾ, നിങ്ങൾ നോക്കുക, പെട്ടെന്ന് ഒരാൾ ഇങ്ങോട്ട് കയറി വന്നു, ഇങ്ങനെയുള്ള വാഹനങ്ങൾ കയറി വരാം. അതുകൊണ്ട് വാഹനത്തിൻ്റെ വേഗത കൺട്രോൾ ചെയ്ത് ഓടിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. പെട്ടെന്ന് നമുക്ക് ബ്രേക്കിലേക്കൊക്കെ വരേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻ വരും. ഇത് തേർഡ് ഗിയറിൽ പോകുന്നു, ഞാനിതെവിടെ ടേൺ എടുക്കുകയാണ്. ഇനി വീണ്ടും ടേൺ എടുത്തിട്ട് ചെറിയൊരു തിരക്കിലേക്ക് നമ്മുടെ വാഹനം വരികയാണ്. വരുന്ന അവസരങ്ങളിൽ ഞാൻ ഇനി റൈറ്റ് ടേൺ ആണ് എടുക്കാൻ പോകുന്നത്. നിങ്ങൾ നോക്കി കാണുക, മുന്നിലേക്ക് പോകുന്നു, നമുക്ക് റൈറ്റ് ടേൺ എടുക്കണം. തേർഡ് ഗിയർ വരികയാണ്. വീണ്ടും ഗിയർ ഒന്ന് ഡൗൺ ചെയ്തിട്ട് ഞാൻ സെക്കൻഡ് കൊടുക്കുകയാണ്. കാരണം ഇപ്പോൾ മുന്നിൽ പോകുന്ന വാഹനം സ്ലോ ആയി. മുന്നിൽ പോകുന്ന വാഹനം സ്ലോ ആകുമ്പോൾ അതനുസരിച്ച് നിങ്ങൾ ഗിയർ ഡൗൺ ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഇപ്പോൾ ഞാനിത് ഫസ്റ്റ് കൊടുത്തായിരുന്നു, വീണ്ടും സെക്കൻഡ് കൊടുത്തു. മുന്നിൽ പോകുന്ന വാഹനത്തിൻ്റെ വേഗത കൂടി വീണ്ടും ഞാനിത് തേർഡ് ഗിയർ കൊടുത്തു. ഇപ്പോൾ ഇങ്ങനെ മൂന്നാമത്തെ ഗിയറിൽ പോവുകയാണ്. മുന്നിൽ പോകുന്ന വാഹനം സ്ലോ ആയതുകൊണ്ട് എൻ്റെ കാല് ക്ലച്ചിലും ബ്രേക്കിലും വന്ന് വാഹനത്തെ സ്ലോ ചെയ്യുന്നു. അപ്പോൾ ഞാൻ ഗിയർ ഡൗൺ ചെയ്ത് സെക്കൻഡിൽ കൊടുക്കുകയാണ്. തേർഡിൽ തന്നെ പോകാൻ നോക്കിയ വണ്ടി എഞ്ചിൻ ഇടിച്ച് ഓഫായി പോകും. സെക്കൻഡിൽ കൊടുക്കുന്നു. ഇനി നമുക്ക് റൈറ്റ് സൈഡിലേക്ക് ടേൺ എടുക്കണം. അതുകൊണ്ട് തന്നെ ഞാൻ റൈറ്റ് സൈഡിലേക്ക് ഇൻഡിക്കേറ്റർ ഇടുകയാണ്. ഇൻഡിക്കേറ്റർ ഇട്ടതിന് ശേഷം നിങ്ങൾ നോക്കുക, എൻ്റെ വണ്ടി മെല്ലെ റൈറ്റ് സൈഡിലെ ട്രാക്കിലേക്ക് വരുന്നു. ലെഫ്റ്റിലേക്ക് പോകുന്നില്ല, റൈറ്റ് സൈഡിലെ ട്രാക്കിലേക്ക് വരികയാണ്. ഓക്കെ, റൈറ്റ് സൈഡിലെ ട്രാക്കിലേക്ക് വരുന്നു. ഇറക്കം കൂടിയ ട്രാഫിക്കാണ്, അതുകൊണ്ടാണ് ക്ലച്ചിലും ബ്രേക്കിലും ഉള്ളത്. ഇവിടെ നമ്മൾ ബ്രേക്ക് മാത്രം താങ്ങിയാൽ വണ്ടി എഞ്ചിൻ ഇടിച്ച് ഓഫായി പോകും. അതുകൊണ്ട് ഞാനിത് ക്ലച്ചിലും ബ്രേക്കിലും വരുന്നു. റൈറ്റ് സൈഡിലെ ട്രാക്കിലൂടെ വരുന്നതുകൊണ്ട് തന്നെ നിങ്ങൾ നോക്കുക, എനിക്ക് ഈസി ആയിട്ട് ടേൺ എടുക്കാനായിട്ട് കഴിയും. ടേൺ എടുക്കുന്ന അവസരങ്ങളിൽ നോക്കുക, സെക്കൻഡ് ഗിയർ ഞാൻ ഷിഫ്റ്റ് ചെയ്യുന്നു. ഇത്തരത്തിൽ റൈറ്റ് സൈഡിലേക്ക് ടേൺ എടുക്കുന്നു. കണ്ടില്ലേ, വൺ വേ ആണ്. റൈറ്റ് സൈഡിലേക്ക് ടേൺ എടുത്ത് വീണ്ടും നമ്മുടെ വാഹനം പോവുകയാണ്. ക്ലച്ച് എന്ന് കാലയക്കുന്നു. മുന്നിൽ പോകുന്ന വാഹനവുമായിട്ട് ഞാൻ നിശ്ചിത സ്പേസ് ഇട്ടിട്ടുണ്ട്. ഇനി റോഡ് മനസ്സിലാക്കി വീണ്ടും ഓടിക്കുകയാണ്. ഇനി എനിക്ക് നേരെ സ്ട്രെയിറ്റ് പോയാൽ മതി. അതുകൊണ്ട് തന്നെ റോഡിൻ്റെ ലെഫ്റ്റ് സൈഡ് തന്നെ മാക്സിമം ചേർന്ന് പോകാനായിട്ട് ശ്രമിക്കുക. ഇപ്പോൾ സെക്കൻഡ് ഗിയറിൽ പോകുന്നു, റോഡിൻ്റെ ലെഫ്റ്റ് സൈഡ് ചേർന്ന് പോകുന്നു. സെക്കൻഡ് ഗിയറിലാണ്. വീണ്ടും ഒന്ന് ജസ്റ്റ് മൂവ് ആക്കിയിട്ട് തേർഡൊന്ന് കൊടുത്തു. മൂന്നാമത്തെ ഗിയറിൽ പോകുന്നു. മുന്നിൽ പോകുന്ന വണ്ടി കുറച്ചും കൂടെ വേഗത കൂടി. ജസ്റ്റ് എൻ്റെ കാലം ബ്രേക്കേ വരികയാണ്. വണ്ടിയുടെ വേഗത കുറഞ്ഞ വണ്ടി സ്ലോ ചെയ്യുന്നു. സ്ലോ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ബ്രേക്ക് ലൈറ്റ് കത്തുന്നു, ബ്രേക്ക് ചവിട്ടുന്നതിൻ്റെ അത് മനസ്സിലാവും. ഓക്കെ, വീണ്ടും ഗിയർ ഡൗൺ ചെയ്തിട്ട് സെക്കൻഡ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. വീണ്ടും തേർഡ് കൊടുക്കുന്നു. ഇറക്കം കൂടിയ ഒരു റോഡാണ്. മുന്നിൽ പോകുന്ന വണ്ടി സ്ലോ ചെയ്തു. ബ്രേക്ക് ലൈറ്റ് കണ്ടില്ലേ, തെളിഞ്ഞ് നിൽക്കുന്ന കണ്ടില്ലേ, തേർഡ് ഗിയറിലാണ്. ഇറക്കത്തായതുകൊണ്ട് ക്ലച്ചിൽ ഉണ്ട്. വീണ്ടും ഞാനിത് സെക്കൻഡ് ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്നു. ക്ലച്ചിൽ നിന്ന് കാലെടുത്ത് മാറ്റുന്നു. ബ്രേക്കിൽ എൻ്റെ കാലുണ്ട്. സെക്കൻഡ് ഗിയറിലാണ് വാഹനം പോകുന്നത്. കണ്ടില്ലേ, വളരെ ഈസി ആയിട്ട് എനിക്ക് വാഹനം ഡ്രൈവ് ചെയ്യാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലായിരിക്കണം നിങ്ങൾ ഓരോ റോഡും മനസ്സിലാക്കി ഓടിക്കേണ്ടത്. എപ്പോഴും ഒരു നിശ്ചിത സ്പേസ് ഇടുക. ഇനി ഓവർടേക്ക് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ള ഒരു സാഹചര്യം ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ ബിഗിനേഴ്സ് അത് ചെയ്യാനായിട്ട്. തുടക്കത്തിൽ ഒരു പരിധിവരെ നിങ്ങൾ അത് ചെയ്യേണ്ടതായിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം കുറച്ചൊക്കെ വാഹനം ഓടിച്ച ഒരു എക്സ്പീരിയൻസ് ആയതിനു ശേഷം അത് ചെയ്യുക. വീണ്ടും നമ്മൾ ഒരു ഹെവി ആയിട്ടുള്ള ഒരു ചെറിയ ട്രാഫിക്കിലേക്ക് വരികയാണ്. ഇവിടെ നിന്ന് നമുക്ക് ലെഫ്റ്റ് സൈഡിലേക്കാണ് ടേൺ എടുക്കേണ്ടത്. സെക്കൻഡ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. ലെഫ്റ്റ് സൈഡിലേക്കുള്ള ഇൻഡിക്കേറ്റർ കൊടുക്കുന്നു. ഓക്കെ, ഇപ്പം മുന്നിലൊരു ഇന്നോവയാണ് പോകുന്നത്. ഞാനിത് ലെഫ്റ്റ് സൈഡിലേക്ക് ഇൻഡിക്കേറ്റർ കൊടുത്തു. ഫസ്റ്റ് ഗിയർ കൊടുത്ത് ഹാഫ് ക്ലച്ചിൻ്റെ ബൈറ്റിംഗ് പോയിന്റിൽ വന്ന് ആക്സിലേഷൻ കൊടുത്ത് വീണ്ടും വാഹനം മുന്നോട്ട് നീങ്ങുന്നു. വീണ്ടും ക്ലച്ചിലും ബ്രേക്കിലും വന്ന് വാഹനം പോവുകയാണ്. ഈ വണ്ടി ഇപ്പോൾ റൈറ്റ് സൈഡിലേക്ക് പോവുകയാണ്. നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് തിരിയുന്നു. കണ്ടില്ലേ, ലെഫ്റ്റ് ട്രാക്ക് വന്നുകൊണ്ട് ലെഫ്റ്റ് സൈഡിലേക്ക് തിരിയുന്നു. റൈറ്റ് സൈഡിലേക്കാണ് പോകണമെങ്കിൽ റൈറ്റ് ട്രാക്കിലേക്ക് വരിക. പ്രത്യേകിച്ച് ഒരു വൺ വേയിലൊക്കെ ഓടിക്കുന്ന സാഹചര്യങ്ങളിൽ ഇത് ശ്രദ്ധിക്കുക. ഇനി നമ്മൾ നല്ല ഹെവി ആയിട്ടുള്ളൊരു ട്രാഫിക്കിലൊക്കെ ഡ്രൈവ് ചെയ്തു പോകുന്ന സാഹചര്യങ്ങളിൽ ചിലപ്പോഴും മുന്നിൽ സിഗ്നൽ ലൈറ്റുകൾ തെളിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ നേരെ പോകുന്ന വാഹനങ്ങൾക്ക് പോകാം ലെഫ്റ്റ് സൈഡിലേക്ക്. അപ്പോൾ ചിലപ്പോൾ നേരെ പോകുന്ന വാഹനങ്ങൾക്ക് പോകാനായിട്ടുള്ള ഓപ്ഷൻ ഇല്ലായിരിക്കാം. ലെഫ്റ്റ് സൈഡിലേക്ക് ഉള്ള വഴികളിലേക്ക് ടേൺ എടുത്ത് പോകുന്ന വാഹനങ്ങൾക്ക് പോകാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് അത്തരത്തിലുള്ള ട്രാക്ക് വരുമ്പോൾ നമ്മൾ റോഡിൻ്റെ റൈറ്റ് സൈഡ് വരിക. അപ്പം പുറകിൽ നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് കൃത്യമായിട്ടും മുന്നോട്ട് കയറി പോയിട്ട് ലെഫ്റ്റ് സൈഡിലേക്കുള്ള ടേൺ ആണ് പോകേണ്ടതെങ്കിൽ അവർക്ക് പോകാനായിട്ട് കഴിയും. അതിനാണ് ഞാൻ പറയുന്നത്, റോഡ് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ വാഹനം ഓടിക്കുക. പ്രത്യേകിച്ച് നമ്മൾ MC റോഡിലൊക്കെ നേരെ ട്രിവാൻഡ്രം ഒക്കെ പോകുന്ന സാഹചര്യങ്ങളിൽ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ബ്ലോക്കുകൾ ഉണ്ടാകാറുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ നമ്മൾ സിഗ്നലുകൾ, അതായത് റോഡുകൾ മനസ്സിലാക്കി അതിനനുയോജ്യമായിട്ടുള്ള സിഗ്നലുകൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ റോഡിൻ്റെ ലെഫ്റ്റോ റൈറ്റോ ട്രാക്കിലേക്ക് കൃത്യമായിട്ട് വരാനായിട്ട് നിങ്ങൾ കൃത്യമായിട്ടും ശ്രദ്ധിക്കുക. അപ്പോൾ ഏകദേശം ഒരു ഐഡിയ ഈ വീഡിയോയിൽ നിന്ന് ലഭ്യമായെന്ന് കരുതുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഇന്നത്തെ ഒരു വീഡിയോ വാഹനം പഠിച്ചു തുടങ്ങുന്ന ബിഗിനേഴ്സിനും അതുപോലെ തന്നെ ഒരുപാട് എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്കൊക്കെ ഒരുപാട് ഗുണമാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ശ്രദ്ധിക്കുക, ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല. ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കും.